ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ് കേസിൽ SBI ക്രെഡിറ്റ് കാർഡ് ബാങ്ക് ചാനൽ മുൻ ജീവനക്കാരൻ പോലീസിന്റെ പിടിയിൽ. നിലമ്പൂർ സ്വദേശിയായ ഖലീൽ റോഷനെയാണ് അറസ്റ്റ് ചെയ്തത്. വഴിക്കടവ് സ്വദേശിയായ മഞ്ചേരി ഹോസ്പിറ്റൽ ജീവനക്കാരിയുടെ 1,20,000 രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. SBIയുടെ ബാങ്ക് ചാനൽ വഴി ഇടപാടുകാർക്ക് ക്രെഡിറ്റ് കാർഡുകൾ വിതരണം നടത്തിയാണ് പ്രതി തട്ടിപ്പ് നടത്തിയത്. ഇടപാടുകാരുടെ ക്രെഡിറ്റ് കാർഡ്, മൊബൈൽ ഫോൺ, ലോഗിൻ ID തുടങ്ങിയ സ്വകാര്യ വിവരങ്ങൾ ചോർത്തി പ്രതിയുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് കാർഡിന്റെ മാക്സിമം തുക ട്രാൻസ്ഫർ ചെയ്തിരുന്നു. കാർഡ് ക്യാൻസലേഷൻ റിക്വസ്റ്റ് അപ്ഡേഷൻ എന്തായെന്ന് അറിയുവാനെന്ന വ്യാജേന കസ്റ്റമറെ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും സമീപിക്കുകയും കസ്റ്റമർക്ക് ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റും ബാങ്ക് മെസ്സേജുകളും വരുന്നത് തടയുന്നതിനായി പ്രതിയുടെ വ്യാജ ഇമെയിൽ IDയും മൊബൈൽ നമ്പറും ഇടപാടുകാരുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിൽ ചേർക്കുകയും ചെയ്യുന്നതാണ് തട്ടിപ്പ് രീതി. കാർഡ് ക്ലോസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ടിയാൻ ഈ നമ്മുടെ മൊബൈൽ ഫോണ് കൈപ്പറ്റുകയും മൊബൈൽ ഫോണിൽ നിന്ന് ഉള്ള ട്രാൻസാക്ഷൻ വഴി ഈ നമുക്ക് എടുക്കാവുന്ന പരമാവധി തുക അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുകയും വീണ്ടും വിളിച്ചു വരുത്തി ഇതേ ഫോണ് ഉപയോഗിച്ച് കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് ലോണ് വാങ്ങിയെടുക്കുകയും നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന അലർട്ടുകള് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും നമ്പറിലേക്ക് മാറ്റുകയും ചെയ്യും. പോലീസ് അന്വേഷണത്തിൽ പ്രതി സമാനമായ രീതിയിൽ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിരവധി പേരെ തട്ടിപ്പിനിരയാക്കിയെന്നും കണ്ടെത്തി. തട്ടിപ്പ് വഴി ലഭിക്കുന്ന പണം ഉപയോഗിച്ച് പ്രതി ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു. പ്രതിക്കെതിരെ ജില്ലയിൽ വിവിധ സ്റ്റേഷനുകളിൽ ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്ത്രീ ഇടപാടുകാരെയാണ് പ്രതി കൂടുതലായും തട്ടിപ്പിനിരയാക്കിയിട്ടുള്ളത്. വണ്ടൂരിലെ അങ്കണവാടി അധ്യാപികയുടെ 62,400 രൂപ ക്രെഡിറ്റ് കാർഡ് വഴി തട്ടിയെടുത്തതും പൂക്കോട്ടുംപാടത്തെ KCB ജീവനക്കാരന്റെ 1,20,000 രൂപയും വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ ഒരു വിദ്യാലയത്തിൽ നിന്ന് 5 അധ്യാപകരുടെ 15 ലക്ഷം രൂപ തട്ടിയെടുത്തതും ദലീൽ പറമ്പാട്ടാണ്. ഇടപാടുകാരുടെ പരാതിയെ തുടർന്ന് പ്രതിയെ 2022 അവസാനത്തോടെ ബാങ്കിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രതിയെ SBI ബാങ്ക് ജീവനക്കാരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇടപാടുകാരെ സമീപിച്ച് വീണ്ടും തട്ടിപ്പിനിരയാക്കി വരികയായിരുന്നു. പ്രതിയെ അറസ്റ്റ് ചെയ്തതറിഞ്ഞ് നിരവധി പേർ പരാതികളുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. കർണാടകയിലെ ഗുണ്ടൽപേട്ടയിൽ വ്യാജവിലാസത്തിൽ ഒളിവിൽ താമസിച്ചു വരുന്നതിനിടെ പുതിയ പാസ്പോർട്ട് കൈക്കലാക്കി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ മഞ്ചേരി സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.